ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡായ പാനിപൂരി ആയിട്ടാണ്. നമ്മളുടെ കിച്ചണിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എൻ്റെ പൂരി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. അത് വറുത്തതോ വറുക്കാത്തതോ ഏതും ഉപയോഗിക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുത്ത് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഓരോ റവക്കും നമ്മൾ ഒഴിച്ചെടുക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കൂലേ, അതേ ഒരു ടെക്സ്ചർ തന്നെ കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ എടുത്ത 1/2 കപ്പ് വെള്ളത്തിൽ കുറച്ച് വെള്ളം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ റവക്കനുസരിച്ച് വെള്ളത്തിൽ മാറ്റം വരും. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ച് ഏകദേശം ഒരു മണിക്കൂറോളം ഇതേപോലെ തന്നെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോഴേക്കും നമുക്കിതിനുള്ള ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ സ്വീറ്റ് പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം പുളി ഞാൻ കുറച്ച് ചൂട് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം പൊട്ടറ്റോ ഞാൻ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കുള്ള പൊട്ടറ്റോ ഒക്കെ കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഞാനിവിടെ ഒന്ന് മാത്രമേ എടുത്തുള്ളൂ. ഇനി ഇതിലേക്കുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത്. ഇനി ചേർക്കാനുള്ളത് ചാറ്റ് മസാലയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാറ്റ് മസാലയിൽ തന്നെ ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി വേണമെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ബൂന്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി കുറച്ച് ബ്രൗൺ കടല വേവിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ചെറുപയർ വേവിച്ചതായാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രീൻ പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയിലയും അതിൻ്റെ അത്ര തന്നെ പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരക്കാനുള്ള ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക. അതായത് ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഞാൻ ഒന്നും കൂടി ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് ചാറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് എരിവ് കുറഞ്ഞ പോലെ തോന്നിയതുകൊണ്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള പുളിയാണ്. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പുളിവെള്ളം മാത്രം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്.
ഇതിൻ്റെ അളവൊക്കെ നമ്മളുടെ മധുരത്തിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാലയും ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളമായി. ഇനി ഇതൊന്നും കൂടി ഒന്ന് കൈകൊണ്ട് കുഴച്ച് വെക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. എല്ലാ സൈഡും ഒരേപോലെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള മൂടി വെച്ചിട്ടോ കട്ടർ വെച്ചിട്ടോ ചെറിയ ചെറിയ പൂരികളായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ഈ പൂരികളെല്ലാം ഒരു നനഞ്ഞ തുണിയിലേക്ക് ഓരോന്നാക്കി വെച്ച് വേറൊരു തുണി കൊണ്ട് മൂടി വെക്കുക. എല്ലാ പൂരികളും ഇതേപോലെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് പൊരിക്കേണ്ടത് കേട്ടോ. കാരണം ഇത് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ കിടന്നിട്ട് അത് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇത് എണ്ണയിലിട്ട ഉടനെ തന്നെ പൊന്തി വരുന്ന സമയത്ത് ചട്ടം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കത് പൊങ്ങി വന്നോളും. ഇതുപോലെ എല്ലാ പൂരികളും പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാ പൂരികളും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ റെഡിയായി വന്നപ്പോൾ ഞങ്ങൾക്ക് വെറുതെ തോന്നിയതാണ് കേട്ടോ, ഇത് വെച്ചിട്ടൊരു പാനിപ്പൂരി ചാലഞ്ച് നടത്തിയാലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പ്ലേറ്റിലായിട്ട് പൂരിയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 ബൗളിലായിട്ട് സ്വീറ്റ് പാനിയും ഗ്രീൻ പാനിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഓരോ പ്ലേറ്റിൽ 10 എണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മന്നയും ഫൈഹയാണ് ഈ ചാലഞ്ച് ചെയ്യുന്നത്. ആരാണ് ആദ്യം കഴിച്ചു തീരുന്നത് അവരായിരിക്കും വിന്നർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി, 1 2 3 ഗോ. അപ്പോൾ ഫൈഹയാണ് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിന്നർ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി ഈ സ്വീറ്റ് പാനിയാണ് ഇതിനേക്കാളും ഇഷ്ടമായത്. ആൻഡ് ഇത് കുറച്ച് എരിവ് കൂടുതലായതുകൊണ്ട് ഐ പ്രിഫർ ദിസ് വൺ. എനിവേ, ഫൈഹ wins. Okay. Bye. Thanks for watching.